അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഇന്നലെ രാത്രി അരി അരച്ച് വെച്ചപ്പോൾ കുറച്ച് ടൈമായി ട്ടോ. അപ്പോൾ ഇന്ന് പൊന്തോന്നൊരു സംശയമായിരുന്നു. എന്തെന്ന് വെച്ചാൽ നല്ലോണം മഴയുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മേലെയാണ് മാവ് കയറ്റി വെച്ചിരുന്നു കേട്ടോ. രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് സമാധാനമായി, നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മാവൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഇന്ന് ചുടാനുള്ളത് ഒരു പാത്രത്തിലേക്കും ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലും ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അരി അരക്കുമ്പോൾ എപ്പോഴും 2 ദിവസത്തിനുള്ളത് അരക്കും കേട്ടോ. എന്നാൽ പിന്നെ മക്കൾ രാത്രി ചോറ് വേണ്ടാന്നൊക്കെ പറയുകയാണെങ്കിൽ 2 ദോശ ചുട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നിപ്പോൾ കടി ഉണ്ടാക്കിയാൽ ഇനി രാത്രി ചോറ് വേണ്ടെങ്കിൽ ദോശ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മാവൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ചു. ചുടാനുള്ളത് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം മാവ് അരച്ച് വെച്ച കലത്തിലാണ് കേട്ടോ ഞാൻ ചോറ് വെക്കൽ. അപ്പോൾ ആ കലമൊക്കെ ഒന്നുകൊണ്ട് കഴുകിയെടുത്തിട്ട് പിന്നെ അതിൽ വെള്ളം നിറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളം കരണ്ടടുപ്പുമ്മേ വെച്ച് കൊടുത്തിട്ട് വേണം. പിന്നെ ഫസ്റ്റ് ചട്ടിനി ഉണ്ട് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മഴ പെയ്താൽ പെട്ടെന്ന് കറണ്ട് പോകും. അതുകൊണ്ട് കറണ്ട് പോകുന്നതിൻ്റെ മുന്നേ ചട്നി ഉണ്ട് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഇവിടെ റിജുക്കുട്ടനും നിച്ചുട്ടനും ഒക്കെ തേങ്ങ ചട്നിയാണ് ഇഷ്ടം. അപ്പോൾ തേങ്ങ ചിരവിയെടുത്ത് കുറച്ച് പൊട്ടുള്ളി 2 പച്ചമുളകൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജാറിൽ ഞാൻ എപ്പോഴും അരക്കാൻ എനിക്ക് മടിയാണ് കേട്ടോ. ഞാൻ ചെറിയ ജാറിൻ്റെ അടുക്കൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ജാറിൽ പേസ്റ്റ് പോലാണ്ട് അരച്ചെടുത്തിട്ട് ചട്നി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. പിന്നെ ദോശ മക്കൾ എണീറ്റിട്ട് ചൂടോടെ ചുട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത്. ചട്നി ആയിട്ട് ആ ചട്ടി ഒഴിച്ചിട്ട് വേണം ഉപ്പേരി വെക്കാൻ കേട്ടോ. വേറെ ചട്ടി ഇല്ലാഞ്ഞിട്ടല്ല, ഇനി പാത്രം ഒന്നായിട്ട് കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ കറി വെച്ചിട്ട് ആ ചട്ടി കഴുകിയിട്ട് പിന്നെ അടുത്തത് വെക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ചട്നി ആയപ്പോഴേക്ക് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ റെഡിയായി തിളച്ച് വന്നിരുന്നു. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. പിന്നെ ചട്ടി കഴുകി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ക്യാബേജ് ഉണ്ട്, അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാബേജ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിലിട്ടിട്ട് 2 അമർത്തിയാൽ നല്ല അടിപൊളിയായിട്ട് കുനുകുനാനായിട്ട് വരും കേട്ടോ. രാവിലെ നമ്മൾ തിരക്കി എന്തെങ്കിലും കറിയൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ബീറ്റ്റൂട്ടും ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇതിലരിയൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അതേപോലെ തൈരിനുള്ള ഉള്ളിയൊക്കെ. അപ്പോൾ ഞാൻ ചോപ്പറിൽ നന്നായിട്ട് 2 അമർത്തി നമ്മളെ ക്യാബേജൊക്കെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് മക്കൾ ഓരോരുത്തർ നീട്ടി വരാൻ തുടങ്ങി. അവർക്ക് ഓരോരുത്തർക്കായിട്ട് ദോശയും ചുട്ടുകൊടുത്തു കേട്ടോ. ദോശ ചുടുന്ന കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇന്നിപ്പോൾ സ്കൂൾക്ക് ദോശ മതി, ചോറ് വേണ്ടാന്ന്. റിച്ചുട്ടന് മാത്രം മതി കേട്ടോ ചോറ്. അപ്പോൾ അവന് ക്യാബേജ് ഉപ്പേരിയും മുട്ട പൊരിച്ചും കൊടുക്കാമെന്ന് വെച്ചിട്ട് ദോശ ചുട്ട് കഴിഞ്ഞപ്പോൾ ആ ചട്ടി തന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചതിൻ്റെ എടുത്തു കേട്ടോ. പിന്നെ സ്നാക്സിന് പഴമാണ് വാട്ടിയത്. അപ്പോൾ ചട്ടി ഒന്നും കൂടെ കഴുകിയിട്ട് ആ ചട്ടി തന്നെ പഴം കൂടി 2 വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. റിച്ചുട്ടന് പെട്ടെന്ന് തന്നെ ചോറും ക്യാബേജ് ഉപ്പേരിയും മുട്ട പൊരിച്ചതും ഒക്കെ ആക്കി. മറ്റ് രണ്ടാക്കും റിജുട്ടനും നിച്ചുട്ടനും ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് ദോശയും അതേപോലെ ചട്നിയും ചെറിയൊരു പാത്രത്തിലും കൂടി ആക്കി. പിന്നെ സ്നാക്സ് തേങ്ങയൊക്കെ ഇട്ടിട്ട് പഴം വാട്ടിയതായിരുന്നു, അതും ആക്കിട്ടോ. പിന്നെ അവർ പോയതിന് ശേഷം ഞാനും ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.